കർക്കടകക്കൂറാണ് അടുത്തത്. പുണർതം നാളിൻ്റെ അവസാന 15 നാഴിക, പൂയം ആയില്യം, ഈ 2.25 നാളുകൾ ചേർന്നത് കർക്കടക കൂറ്. ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ജൂൺ മാസം. ജൂൺ 1-ാം തീയതി വ്യാഴം കർക്കടക രാശിയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 12-ൽ നിന്ന് കർക്കടകത്തിൽ ജന്മത്തിലേക്കുള്ള വരവ് പൊതുവെ ഗുണകരമാണ്. പ്രത്യേകിച്ച് അത് ഉച്ചക്ഷേത്രമായതുകൊണ്ട് കൂടുതൽ ഗുണകരമാണ്. തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗം കൂടുതൽ നല്ല നിലയെ പ്രാപിക്കും. ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുരോഗതിയും അഭിവൃദ്ധിയും കർമ്മരംഗത്ത് കർക്കടകം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള അവസരം കിട്ടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ടാകുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ജൂൺ മാസത്തിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ജൂണിൽ തീരുമാനമാകാനുള്ള സാധ്യത ഉണ്ട്. നിലവിലുള്ള നിങ്ങളുടെ ജോലിയിൽ ഗുണകരമായിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ കൈവരിക്കാൻ അവസരമുണ്ടാകും. കൂടുതൽ സാമ്പത്തിക പുരോഗതി ലഭിക്കും. കൂടുതൽ അനുകൂലമായ നല്ല നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകും. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നേക്കും. അത് നിങ്ങൾക്ക് ഒട്ടേറെ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന സാധ്യതയും തെളിയുകയാണ്. കാർഷിക രംഗത്തും അതുപോലെ ചെറുകിട വ്യത്യസ്തങ്ങളായ കച്ചവടങ്ങളുടെ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ജൂണിൽ പുതിയ കുറച്ച് അനുകൂലമായ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തീർത്ഥാടനങ്ങൾക്ക് സാഹചര്യമൊരുങ്ങും. വളരെ പ്രസിദ്ധമായ തീർത്ഥാടന സങ്കേതങ്ങളിൽ ദർശനം നടത്തി വരാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളിൽ ചിലത് നിങ്ങൾക്ക് ഈ കർക്കടക രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ ജൂണിൽ തന്നെ. അതെല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചു പഠിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ രാശി മനസ്സിലാക്കി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി തയ്യാറാക്കി വിശദമായി പഠനം ചെയ്ത് ഉത്തമമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിജയവും ലഭിക്കുന്നതാണ്.